ഹലോ, ഇറ്റ്സ് മീ ആഫിയ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോൾ അതിലൊരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് ഞാൻ കളമശ്ശേരിയിലുള്ള ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ ബാഗൊക്കെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വെച്ചു. എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഒരു കാർഡുമായിട്ട് പോയി. ആ ഒരു ലോക്കർ കാർഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഞാനിങ്ങനെ തപ്പി നടക്കുകയാണ്. ആക്ച്വലി ശരിക്കും ഞാൻ സ്റ്റിക്കി നോട്ട്സും പിന്നെ ഒരു ബോട്ടിലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അവിടുത്തെ ബാക്ക് പാക്സൊക്കെ കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എന്താ പറയുക, 4500 ബാഗ്സൊക്കെ 1799 ഉണ്ടായിരുന്നത്. നോക്കുന്ന വഴിക്ക് ഞാനത് ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ തന്നെ പതിയെ എടുത്തത് തിരിച്ചു വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ട്രോളീസും ബാഗ്സും ട്രാവൽ ബാഗ്സൊക്കെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അടിപൊളി പില്ലോ കൊണ്ടു. ഇത് ഫൈബർ പില്ലോ ആണ്. ഏകദേശം ഒരു 599 റേറ്റാണ് അതിൻ്റെ MRP വരുന്നത്. പക്ഷേ അതിന് ഓഫർ ഉണ്ടായിരുന്നു. ഓഫറിൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ 149 റിഡക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് എന്താണ്, നമ്മൾ ഷാംപൂ സെക്ഷൻ, പേഴ്സണൽ ഹൈജീൻ സെക്ഷൻ, അങ്ങനെ കുറേ സെക്ഷൻസിൻ്റെ അടുത്തോട്ടൊക്കെ പോയി. മെഡിമിക്സിൻ്റെ ഒക്കെ എന്താ പറയുക, ഹാൻഡ് വാഷ് ബൈ 1 get 1 ആയിരുന്നു. അതുപോലെ ഡെറ്റോളിൻ്റെ പ്രൊഡക്ട്സും ലൈഫ് ബോയ് പ്രൊഡക്ട്സും ഒക്കെ ബൈ 1 get 1 ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും ഇതൊരു ലോങ് വീഡിയോ കണ്ടൻറ്റായിട്ട് എടുക്കണം എന്നും പറഞ്ഞ് ഞാൻ വലിയ കാര്യത്തിൽ ബിസ്മിയിൽ പോയതാണ്. പക്ഷെ എന്താ കാര്യം, ഞാനിങ്ങനെ കാര്യത്തിൽ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പം ഒരു പ്രശ്നം പറ്റി. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ അധികം ഇതാവാതെ ഞാൻ മാനേജ് ചെയ്ത് പോയി. വേറൊന്നുമല്ല, വലിയ കാര്യത്തിൽ വീഡിയോ എടുത്തു നിന്ന് ഞാനാണ്. പക്ഷേ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാന്ന്. പക്ഷെ ഞാനിതുവരെ ഒരു വാണിംഗ് ബോർഡും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കണ്ടാവില്ലായിരുന്നു. എനിവേ, എന്തായാലും അത് പറഞ്ഞത് കേട്ടതുകൊണ്ടാണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഒന്നും വാങ്ങിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാങ്ങേണ്ട സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.